Hello, my dears. Shall we read unit number 3, Pages of Wonder? അത്ഭുതങ്ങളുടെ താളുകൾ അല്ലേ, അത്ഭുതങ്ങൾ നിറഞ്ഞ പേജുകൾ. A book is a dream that you hold in your hand. നമ്മുടെ കയ്യിൽ പിടിക്കുന്ന ഒരു സ്വപ്നമാണ് നമ്മുടെ പുസ്തകം. നെയിൽ ഗെയ്മാൻ്റെ കോട്ടാണ്. Let us observe the away picture. Observe the picture below. You can see some children are holding some books in their hands. What are the children doing? They might be reading a book. Is it? Do you like reading? നിങ്ങൾക്ക് വായിക്കാൻ ഇഷ്ടമല്ലേ? Which is your favorite story book? My favorite story book is Cinderella. Which is yours? Draw and color your favorite character from the story or cartoon. You can draw your favorite character here. Okay, so I am drawing Cinderella here. Okay. Discover the joy of reading. It will transform your world. വായനയുടെ ലോകം, വായനയുടെ സന്തോഷം നമുക്ക് കണ്ടെത്താം. അത് നമ്മുടെ ലോകത്തെ തന്നെ മാറ്റിമറിക്കുന്നതായിരിക്കും. The colorful treasure. നിറങ്ങളുടെ നിധി. Tears of joy. സന്തോഷത്തിൻ്റെ കണ്ണുനീർ. In a faraway village, children never went to schools. ഒരു അങ്ങ് ദൂരെയുള്ളൊരു ഗ്രാമത്തിലെ കുട്ടികൾ ആരും സ്കൂളിൽ പോകാറില്ല. ദേ ഓൾവേസ് വാണ്ടേഡ് ഹിയർ ആൻഡ് ദർ. അവരെന്താ ചെയ്യുക, എപ്പോഴും അങ്ങിങ്ങൊക്കെ വാണ്ടർ, അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. ദേ ലിവ്ഡ് ക്ലോസ് ടു എ ഗാർബേജ് ഡംപ്. അവരൊരു മാലിന്യ കൂമ്പാരത്തിനടുത്തായിരുന്നു, ഗാർബേജ് ഡംപിനടുത്തായിരുന്നു താമസിച്ചിരുന്നത്. ബ്രൈറ്റ് കളേഴ്സ് പീക്ഡ് ഔട്ട് ഫ്രം ട്രാഷ്. ഇവിടെയുള്ള വേസ്റ്റിൽ നിന്നും ബ്രൈറ്റ് കളേഴ്സ് പുറത്തേക്ക് അവർക്ക് കാണാം അല്ലേ. പീക്ഡ് ഔട്ട് ഫ്രം ദ ട്രാഷ്. നല്ല നിറമുള്ള സാധനങ്ങൾ പീക്ക്ഡ് ത്രൂ ദ ട്രാഷ്. വേസ്റ്റിനിടയിലൂടെ അവയെ എത്തി നോക്കുമായിരുന്നു. എന്തൊക്കെയായിരുന്നു അത്? ക്രംബിൾഡ് പേപ്പേഴ്സ്, ചുരുട്ടിയ കടലാസ് കഷ്ണങ്ങൾ. ഷൈനി ബോട്ടിൽസ്, തിളങ്ങുന്ന കുപ്പികൾ. ടാറ്റേർഡ് ക്ലോത്ത്സ്, കീറിയ തുണികളൊക്കെയും. സ്കാറ്റേർഡ് എവ്രിവെയർ, അതെല്ലാം അങ്ങിങ്ങായി ചിന്നിച്ചിതറി കിടപ്പുണ്ടായിരുന്നു. The children's laughter, കുട്ടികളുടെ ചിരി. rang like bells, ബെല്ല് പോലെ മുഴങ്ങി. in between, amidst means in between the garbage, ആ ഗാർബേജിൻ്റെ ഇടയിൽ കുട്ടികളുടെ ചിരി അങ്ങിങ്ങായി മുഴങ്ങി. but sadness lingered in their hearts, പക്ഷേ അവരുടെ ഹൃദയത്തിലൊക്കെയും സങ്കടങ്ങൾ തളം കെട്ടി നിന്നിട്ടുണ്ടായിരുന്നു. Do all children get a chance to go to school? എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ പോവാൻ ചാൻസ് കിട്ടാറുണ്ടോ? ഇല്ല. നോ. വാട്ട് ഡു യു തിങ്ക്? നോ. ഇസ് ഇറ്റ്? ബട്ട് എ സാഡ്നെസ് ലിംഗർഡ് ഇൻ ദർ ഹേർട്സ്. വാട്ട് കുഡ് ബി ദ റീസൺ? ബിക്കോസ് ദേ കാൺട്ട് ഗോ ടു സ്കൂൾ. ഇസ് ഇറ്റ്? ഓക്കെ. എ തേഴ്സ്റ്റ് ടു റീഡ്. വായിക്കാനുള്ള തേഴ്സ്റ്റ്, ദാഹം. എവ്രി മോർണിംഗ് ദ ചിൽഡ്രൻ സോ അതർ ചിൽഡ്രൻ ഗോയിങ് ടു സ്കൂൾ ബൈ ബസ്. എല്ലാ ദിവസവും കുട്ടികൾ മറ്റു കുട്ടികൾ ബസ്സിൽ സ്കൂളിൽ പോകുന്നത് കാണുമായിരുന്നു. ദേ വോ ക്ലീൻ ആൻഡ് അയേൺഡ് യൂണിഫോംസ്. അവരെങ്ങനെയുള്ള വസ്ത്രങ്ങളാണ് ധരിച്ചത്? ക്ലീൻ, വൃത്തിയുള്ളതും അയേൺഡ്, ഇസ്തിരിയിട്ടതുമായ യൂണിഫോമുകൾ ധരിച്ചിട്ടുണ്ടായിരുന്നു. സം ഓഫ് ദം വർ റീഡിങ് ബുക്സ് ആൻഡ് ദേ നെവർ കെയർഡ് ഫോർ ദീസ് പുവർ ചിൽഡ്രൻ. അവരിൽ ചിലർ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ടായിരുന്നു. അവരാരും ഈ കുട്ടികളെ ശ്രദ്ധിക്കാറേയില്ല. The children looked curiously at them. കുട്ടികൾ അവരെ ആകാംക്ഷയോടുകൂടെ നോക്കുമായിരുന്നു. They clutched the crumpled pieces of paper they got from the garbage. ഈ കുട്ടികൾ ഇവർക്ക് കിട്ടുന്ന ഈ ഗാർബേജിന് വേസ്റ്റിൽ നിന്ന് കിട്ടുന്ന ചുരുട്ടിയ പേപ്പറുകൾ അവരെന്ത് ചെയ്യായിരുന്നു? അവർ ക്ലച്ച് എടുക്കുമായിരുന്നു. Some of them imitated the other children reading. ചിലർ മറ്റു കുട്ടികൾ, ഈ സ്കൂളിൽ പോകുന്ന കുട്ടികൾ വായിക്കുന്നത് കാണാറുണ്ടല്ലോ, അപ്പോൾ അവർ ചെയ്യുന്നത് പോലെ ഇവരും ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു. വായിക്കാൻ അറിയാമെന്നില്ലെങ്കിലും ചുമ്മാ വായിക്കുന്നത് പോലെ അനുകരിക്കുമായിരുന്നു. Why did the children in the village look curiously at the children in the school bus? Because those children are going to school and these children can't go. Is it? Okay. Now, the hidden treasure, മറഞ്ഞിരിക്കുന്ന നിധി. One day a woman came there. ഒരു ദിവസം ഒരു സ്ത്രീ അവിടെ വന്നു. She wore a red dupatta over a white kurta. She wore a red dupatta, ഒരു റെഡ് ഷാൾ ധരിച്ചിരുന്നു, വൈറ്റ് കുർത്തയും.
ദ ചിൽഡ്രൻ ഹാഡ് നെവർ സീൻ ഹർ ബിഫോർ. കുട്ടികളാരും അവരെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ദേ ലുക്ക്ഡ് അറ്റ് ഹർ ഇൻ വണ്ടർ. അവർ അത്ഭുതത്തോടെ അവരെ നോക്കി. ഷീ സ്മൈൽഡ് അറ്റ് ചിൽഡ്രൻ. അവർ കുട്ടികളെ നോക്കി ചിരിച്ചു. ക്യാൻ ഐ സിറ്റ് ഹിയർ ഫോർ എ വൈൽ? ഞാൻ ഇവിടെ അല്പനേരം ഇരുന്നോട്ടെ? ഷീ ആസ്ക്ഡ് ദ ചിൽഡ്രൻ ആൻഡ് സാറ്റ് ഓൺ എ ബ്രോക്കൺ പ്ലാസ്റ്റിക് ക്യാൻ. അങ്ങനെ ചോദിച്ചുകൊണ്ട് അവരവിടെ ഉണ്ടായിരുന്ന ഒരു പൊളിഞ്ഞ പ്ലാസ്റ്റിക് ക്യാൻ്റെ മുകളിൽ ഇരുന്നു. ദ ചിൽഡ്രൻ വർ കൺഫ്യൂസ്ഡ് ആൻഡ് ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ. കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് ആ കൺഫ്യൂഷനായി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ഷീ ഓപ്പൺഡ് ഹെർ ബാഗ് ആൻഡ് ടുക്ക് ഔട്ട് സംതിങ്. അവരുടെ ബാഗ് തുറന്ന് എന്തോ പുറത്തെടുത്തു. ഹൂ മേ ബി ദ ലേഡി? ആരായിരിക്കും ആ സ്ത്രീ? വൈ ഡിഡ് ഷീ കം ദർ? എന്തിനായിരിക്കും അവിടെ അവർ വന്നത്? വാട്ട് മൈറ്റ് ബി ഇൻ ഹെർ ബാഗ്? ക്യാൻ യു ഗസ്? മൈറ്റ് ബി എ ടീച്ചർ ഓർ സംവൺ. ഇസ് ഇറ്റ്? ഓക്കെ, നൗ ലെറ്റ്സ് റീഡ്. We too have names. നമുക്കും പേരുണ്ട്. The children were curious and inched closer. അവർ ഭയങ്കര അത്ഭുതത്തോടു കൂടെ ആകാംക്ഷഭരിതരായ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി അവരെല്ലാം അടുത്ത് വന്ന് കൂടി, ഒപ്പം കൂടി അവിടെ. They were eager to discover the treasures hidden in their bag. നമ്മൾ ആരെങ്കിലും വന്നൊരു പൊതിയൊക്കെ തുറക്കുമ്പോൾ നമ്മളെല്ലാം inched closer, അതിനോട് ഇങ്ങനെ അടുത്ത് വന്ന് നിൽക്കുക അല്ലേ? We will stand closer. So they were eager to discover the treasures hidden in her bag. അവരുടെ ബാഗിൽ എന്ത് നിധിയാണുള്ളതെന്ന് അറിയാൻ അവരെല്ലാം ആകാംക്ഷഭരിതരായിരുന്നു. The woman revealed a collection of vibrant books. അവർ ഒരുപാട് ബുക്സ് ബാഗിന് പുറത്തെടുത്തു, അതെല്ലാം അവർക്ക് കാണിച്ചു കൊടുത്തു. ഇൻക്ലൂഡിങ് ഡീപ്പ് ബ്ലൂസ്, ബ്രൈറ്റ് യെല്ലോസ് ആൻഡ് റിച്ച് റെഡ്സ്. അപ്പോൾ പലതരം നിറത്തിലുള്ള പൊതികളുള്ള പുസ്തകങ്ങൾ അല്ലേ? ഷീ സ്മൈൽഡ് അറ്റ് ദം. അവരെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, ടെൽ മീ യുവർ സ്വീറ്റ് നെയിംസ്. നിങ്ങളുടെ മധുരമായ പേരുകൾ പറയൂ. ദ ചിൽഡ്രൻ ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ. കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കി. ടിൽ ദെൻ നോബഡി ഹാഡ് ആസ്ക്ഡ് ഫോർ ദെയർ നെയിംസ്. ആരും അവരുടെ പേരുകൾ ഇതുവരെ ചോദിച്ചിരുന്നില്ല. മുത്തു, നിന്നു, താജു. ഹെസിറ്റൻ്റ്ലി ദേ അട്ടേർഡ് ദെയർ നെയിംസ്. അവർ ഇച്ചിരി മടിയോടെ അവരുടെ പേരുകൾ പറയാൻ തുടങ്ങി. They wanted to know her name. അവർക്ക് ഇവരുടെ പേരും അറിയണമായിരുന്നു. Their eyes were asking for it. കുട്ടികളുടെ കണ്ണുകൾ കണ്ടപ്പോൾ അവർക്കത് മനസ്സിലായി. അപ്പോൾ അവരെന്ത് പറഞ്ഞു? Call me ദീദി. The woman said pleasantly. സന്തോഷത്തോടെ അവരെന്ത് പറഞ്ഞു? എന്നെ ദീദി എന്ന് വിളിച്ചാൽ മതി എന്ന് കുട്ടികളോട് പറഞ്ഞു. Do the children like ദീദീസ് presence? Why? കുട്ടികൾ ദീദിയുടെ പ്രസൻസ്, ദീദി വരുന്നത് കുട്ടികൾക്ക് ഇഷ്ടമാണോ? Why? Because they got so many books. They like Didi's presence. Is it? Now, World of Wonders. അത്ഭുതങ്ങളുടെ ലോകം. These books are for you, said Didi. Didi എന്ന് പറഞ്ഞു, ഈ പുസ്തകങ്ങൾ നിങ്ങൾക്കുള്ളതാണ്. For us? exclaimed നിന്നു. ഞങ്ങൾക്കോ? നിന്നു അത്ഭുതത്തോടെ ചോദിച്ചു. The children looked at one another. കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. They began to turn the pages. അവർ പുസ്തകങ്ങളെടുത്ത് മറിക്കാൻ തുടങ്ങി. After some time, Didi said. കുറച്ച് കഴിഞ്ഞ് ദീദി പറഞ്ഞു, ഓക്കെ ഡിയേഴ്സ്, ഇറ്റ് ഈസ് ടൈം ഫോർ മീ ടു ലീവ്. അപ്പോൾ എനിക്ക് പോകാൻ സമയമായി എന്ന് പറഞ്ഞു. സീ യു ദീദി. പിന്നെ കാണാമെന്ന് പറഞ്ഞു. സീ യു ടുമാറോ. ഞാൻ നാളെ വരും, നാളെ കാണാമെന്ന് പറഞ്ഞു. ദീദി സെഡ് ആൻഡ് വേവ്ഡ് അറ്റ് ദം. അവർ പറഞ്ഞുകൊണ്ട് കൈവീശിപ്പോയി. ദ ചിൽഡ്രൻ വേവ്ഡ് ബാക്ക്. കുട്ടികളും തിരിച്ച് കൈവീശി. They did not wink their eyes till the red dupatta disappeared. ആ ചുവന്ന ദുപ്പട്ട അങ്ങകലെ മറയുന്നത് വരെ കുട്ടികൾ കണ്ണ് ഇമ ചിമ്മിയില്ല. അവരിങ്ങനെ നോക്കി നിന്നു. ദ ചിൽഡ്രൻ ടുക്ക് ദ ബുക്സ്. കുട്ടികൾ പുസ്തകങ്ങളെടുത്തു. ഈച്ച് ബുക്ക് വാസ് ഫിൽഡ് വിത്ത് വണ്ടർഫുൾ സ്റ്റോറീസ് ആൻഡ് ബ്യൂട്ടിഫുൾ ഇല്ലസ്ട്രേഷൻ. ഓരോ പുസ്തകങ്ങളും അത്ഭുതങ്ങൾ നിറഞ്ഞ കഥകളും നല്ല വർണ്ണാഭമായ ചിത്രങ്ങളും കൊണ്ട് നിറഞ്ഞതായിരുന്നു. They were not able to read the stories. കുട്ടികൾക്ക് കഥകളൊന്നും വായിക്കാൻ പറ്റിയില്ല. But they imagined some stories by looking at the pictures. അവർ ഇല്ലസ്ട്രേഷൻസ് നോക്കിയിട്ട്, പിക്ചേഴ്സ് നോക്കിയിട്ട് കുറേ കഥകൾ ഊഹിച്ചെടുത്തു. Why did the children keep watching until Didi's red dupatta disappeared? Because they liked her that much. അത്രയധികം അവരെ ഇഷ്ടപ്പെട്ടു അല്ലേ? അവ ദീദി, നമ്മുടെ ദീദി. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം കുട്ടികൾക്ക് എത്രമാത്രം അവരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. ദീദി ബിഗാൻ ടു കം എവ്രി ഡേ. ദീദി എല്ലാ ദിവസവും വരാൻ തുടങ്ങി. ദേ സാറ്റ് വിത്ത് ഹെർ ആൻഡ് ലിസൺ ടു ഹെർ ദ സ്റ്റോറീസ്. കുട്ടികൾ ദീദിയുടെ കൂടെ ഇരുന്ന് അവർ പറയുന്ന കഥകൾ കേൾക്കും. വാവ്, വാട്ട് ഫാന്റാസ്റ്റിക് ടേൽസ് ദീദി റീഡ് ഔട്ട് ടു ദം. എന്തൊരു നല്ല അത്ഭുതങ്ങൾ നിറഞ്ഞ കഥകളാണ് ദീദി അവർക്ക് വേണ്ടി വായിക്കുന്നത്. സ്ലോലി ദേ ബിഗാൻ ടു റെക്കഗ്നൈസ് ലെറ്റേഴ്സ് ആൻഡ് വേർഡ്സ്. അങ്ങനെ അവർ
അക്ഷരങ്ങളും വാക്കുകളെല്ലാം തിരിച്ചറിയാൻ തുടങ്ങി. ബിഫോർ ലോങ് ദേ were reading stories too. അധികം വൈകാതെ അവർ കഥകളും വായിച്ചു തുടങ്ങി. They began to love their ദീദി deeply. അവർ അവരുടെ ദീദിയെ ആഴത്തിൽ സ്നേഹിക്കാൻ തുടങ്ങി. They decided to decorate ദീദി's seat. അതുകൊണ്ട് തന്നെ ദീദിയുടെ സീറ്റൊക്കെ അലങ്കരിക്കണമെന്ന് അവർ തീരുമാനിച്ചു. They bought a chair. അവരൊരു ചെയർ വാങ്ങി. പീസ് ഓഫ് കാർപ്പറ്റ്, ഒരു കഷ്ണം കാർപ്പറ്റ് വാങ്ങി. ആൻഡ് സം കർട്ടൻസ്, കുറച്ച് കർട്ടൻസും വാങ്ങി. ബൈ നൗ ദീദീസ് സ്പേസ് ലുക്ക് ലവ്ലി. ഇന്ന് അതുകൊണ്ട് ദീദി ഇരിക്കുന്ന സ്ഥലം നല്ല ഭംഗിയായി മാറി. ബട്ട് ദീദി ഡിഡ് നോട്ട് കം. പക്ഷെ ദീദി വന്നില്ല. ദ നെക്സ്റ്റ് ഡേ ടു ഷി ഡിഡ് നോട്ട് കം. അടുത്ത ദിവസവും അവരെ കാണാനില്ല. ദ ചിൽഡ്രൻ were worried. കുട്ടികൾക്കാകെ വിഷമമായി. യെറ്റ് ദേ കണ്ടിന്യൂഡ് ടു വെയിറ്റ്. അവർ കാത്തിരുന്നു. ബട്ട് ഷി ഡിഡ്ന്റ് കം. എന്നിട്ടും അവർ വന്നില്ല. ഹൗ ഡിഡ് ദ ചിൽഡ്രൻ ബ്യൂട്ടിഫൈ ദീദീസ് സീറ്റ്? ബൈ ടേക്കിംഗ് കാർപ്പറ്റ് ആൻഡ് കവറിംഗ് വിത്ത് കർട്ടൻസ് ലൈക്ക് ദാറ്റ്. ഈസ് ഇറ്റ്? വാട്ട് ഹാപ്പൻ ടു ദീദി? ക്യാൻ യു ഗസ്? ദീദിക്ക് എന്ത് സംഭവിച്ചിരിക്കാം? ഒന്ന് ഊഹിക്കാൻ പറ്റുമോ? Might be she went to some other place or like that. Is it? എവിടെയോ പോയിരിക്കാം, എന്തോ നമുക്ക് അറിഞ്ഞൂടാ. എ ക്ലൂ, ഒരു സൂചന. One day in a book they saw Didi's address written on the last page. ഒരു ദിവസം അവർ ഒരു പുസ്തകത്തിൻ്റെ ലാസ്റ്റ് പേജിൽ ദീദിയുടെ അഡ്രസ്സ് എഴുതിയിരിക്കുന്നത് കണ്ടു. They noted it down. അവരത് എഴുതിയെടുത്തു. Excitedly they went in search of her. അത്ഭുതത്തോടുകൂടെ ആകാംക്ഷയോടുകൂടി അവരെന്ത് ചെയ്തു? ദീദിയെ പരതിപ്പോയി. They carried the book with them. അവർ ആ പുസ്തകങ്ങൾ അവരുടെ കയ്യിൽ കരുതിയിരുന്നു. By then the children could read the bus number and its destination. ഈ സമയം കൊണ്ട് കുട്ടികൾക്ക് ബസ് നമ്പറും ബസ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒക്കെ വായിക്കാൻ കഴിയുമായിരുന്നു. അവരെല്ലാം വായിക്കാൻ പഠിച്ചു. They traveled to ദീദീസ് place. അവർ ദീദിയുടെ സ്ഥലത്തേക്ക് യാത്രയായി. They searched for her house from morning to evening. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവർ ദീദിയുടെ വീട് പരതി നടന്നു. But they could not find it. പക്ഷെ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ടയേർഡ് ആൻഡ് സാഡ്, സങ്കടത്തോടെ തളർന്നും വിഷമിച്ചും they decided to return. തളർന്നും വിഷമിച്ചും they decided to return, തിരിച്ചു വരാൻ തീരുമാനിച്ചു. Just as they were returning, അവർ തിരിച്ചു നടന്നു തുടങ്ങുമ്പോൾ someone saw a red dupatta on a terrace. അപ്പോഴാണ് ആരോ ഒരാൾ ഒരു ടെറസിൻ്റെ മുകളിൽ ചുവന്ന ദുപ്പട്ട കണ്ടത്. They ran to that house. അവർ ആ വീട്ടിലേക്ക് ഓടിച്ചെന്നു. There they saw ദീദി lying in the bed. അവിടെ അവർ ദീദി ഒരു കട്ടിലിൽ കിടക്കുന്നത് കണ്ടു. She looked very ill. അവർ നല്ല അസുഖം ബാധിച്ചിട്ടുണ്ടായിരുന്നു. How did the children find ദീദീസ് house? എങ്ങനെ കുട്ടികൾ ദീദിയുടെ ഹൗസ് കണ്ടത്? They saw the red dupatta on a terrace. What could be ദീദീസ് feeling on seeing the children? She will be very happy. Okay. The magic of words. വാക്കുകളുടെ മായാജാലം. ദീദി വാസ് വെരി ഹാപ്പി ആൻഡ് സർപ്രൈസ്ഡ് ടു സീ ദ ചിൽഡ്രൻ. ദീദിക്ക് കുട്ടികളെ കണ്ടപ്പോൾ സന്തോഷവും സർപ്രൈസും ആയിപ്പോയി. ഷീ സാറ്റ് അപ്പ് ഓൺ ഹെർ ബെഡ് ആൻഡ് സ്മൈൽഡ്. അവരവിടെ എഴുന്നേറ്റിരുന്ന് കുട്ടികളെ നോക്കി ചിരിച്ചു. ദ ചിൽഡ്രൻ സാറ്റ് അറൗണ്ട് ഹെർ ആൻഡ് റീഡ് സ്റ്റോറീസ് ഫോർ ഹെർ. കുട്ടികളുടെ അവരെ ചുറ്റും ഇരുന്നുകൊണ്ട് അവർക്ക് വേണ്ടി കഥകൾ വായിച്ചു. ടിയേഴ്സ് ഓഫ് ജോയ് ഫിൽഡ് ദീദീസ് ഐ. സന്തോഷത്തിൻ്റെ കണ്ണുനീര് അവരുടെ കണ്ണിലൂടെ ഊർന്നിറങ്ങി. ഷീ ഹഗ്ഡ് ആൻഡ് കിസ്ഡ് ദം. അവരെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ നൽകുകയും ചെയ്തു. ഷീ പ്രോമിസ്ഡ് ടു മീറ്റ് ദം നെക്സ്റ്റ് വീക്ക്. അവർ ദീദി അടുത്ത ആഴ്ച എന്തായാലും അവരുടെ അടുത്ത് വരുമെന്ന് പറഞ്ഞു. ദ ചിൽഡ്രൻ റിട്ടേൺഡ് ഹോം ഹാപ്പിലി. കുട്ടികൾ സന്തോഷത്തോടു കൂടെ വീട്ടിലേക്ക് മടങ്ങി. നൗ ദീദി കംസ് എവ്രി ഡേ. ഇപ്പോൾ ദീദി എല്ലാ ദിവസവും വരാറുണ്ട്. യു ക്യാൻ ഫൈൻഡ് ദം ഇൻ എവ്രി ഈവനിങ്. എല്ലാ വൈകുന്നേരവും കാണാം. യു ക്യാൻ സീ ദം ലാഫിങ്. നിങ്ങൾക്ക് അവരെ ചിരിക്കുന്നത് കാണാം. യു ക്യാൻ ഹിയർ ദം റീഡിങ്. നിങ്ങൾക്ക് അവരെ വായിക്കുന്നത് കേൾക്കാം. യു ക്യാൻ വാച്ച് ദം ഹാവിങ് സോ മച്ച് ഫൺ. ഒരുപാട് സന്തോഷത്തോടു കൂടെ അവർ പെരുമാറുന്നത് കാണാം. ദ ചിൽഡ്രൻ, ദ ദീദി ആൻഡ് ദ ബുക്സ്. ആരൊക്കെയാ? കുട്ടികളും ദീദിയും ബുക്കുകളും കൂടി ചേർന്ന് എപ്പോഴും കളിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണാം. ഹൗ ഡിഡ് ദീദീസ് അറൈവൽ ചേഞ്ച് ചിൽഡ്രൻസ് ലൈവ്സ്? എങ്ങനെയാണ് ദീദിയുടെ അറൈവൽ കുട്ടികളുടെ ജീവിതത്തെ മാറ്റിമറിച്ചത്? യെസ്, ഷീ ടുക്ക് ദം ടു ദ വേൾഡ് ഓഫ് വേർഡ്സ്. അല്ലേ? വാക്കുകളുടെ ലോകത്തേക്ക് അവരെ കൊണ്ടുപോയി അവർക്ക് ആ ലോകത്തിൻ്റെ ഭംഗി കാണിച്ചു കൊടുത്തു. So this is a story by Rukmini Banerjee. It's a nice story and you can read it. So see you with the next video of the activities. Till then, bye bye and take care.